ഇപ്പോൾ നമ്മൾ കുറേ സാധനം വാങ്ങുകയും ചെയ്തു, അതിൽ നിന്നും കുറേ സാധനം വിൽപ്പന നടത്തുകയും ചെയ്തു. വാങ്ങിയതിൻ്റെയും വിറ്റതിൻ്റെയും റിപ്പോർട്ടും അതുപോലെ തന്നെ ബാലൻസ് റിപ്പോർട്ട് ഇൻവെന്ററിയുടെയും അറിയുവാൻ എന്ത് മാർഗം സ്വീകരിക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി റിപ്പോർട്ട് മെനുവിൽ നിന്നും ഇൻവെന്ററിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അറിയേണ്ടെങ്കിൽ ഇൻവെന്ററി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻവെന്ററി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. റൈറ്റ് പാർട്ടിൽ റിപ്പോർട്ട് ലിസ്റ്റിൽ നിന്നും ഇൻവെന്ററിയുടെ റിപ്പോർട്ട് ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയും. പല വിധത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് പീച്ച്ട്രീ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നിന്നും ലഭിക്കും. മറ്റ് സോഫ്റ്റ്വെയറുകളിൽ ഇല്ലാത്തതായ ഒരു പ്രത്യേകതയാണ് ഇത്. ഇപ്പം ഞാൻ ഇൻവെന്ററിയുടെ ഐറ്റം ലിസ്റ്റ് കാണാൻ വേണ്ടി ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് കഴ്സർ കൊണ്ടുവന്നതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സൈബർ സൊല്യൂഷന്റെ ഐറ്റം ലിസ്റ്റ്, അതായത് സ്റ്റോക്ക് ഐറ്റത്തിന്റെ ലിസ്റ്റ് സിസ്റ്റം നമുക്ക് കാണിച്ചു തരും. അതിൽ CD, മൗസ് ഈ 2 ഐറ്റമാണ് നമ്മൾ ഇതിനോടകം വാങ്ങിയത്. അതിൽ ഇപ്പോൾ ക്വാണ്ടിറ്റി ഇൻ ഹാൻഡ് CD 6 മൗസ് 3 ഉള്ളതായിട്ട് കാണാൻ കഴിയും. അതാണല്ലോ നമ്മൾ 5 മൗസ് മേടിച്ചിരുന്നു, അതിൽ നിന്നും 2 മൗസ് വിറ്റിരുന്നു. 10 CD വാങ്ങിയതിൽ നിന്നും നമ്മൾ 4 CD വിറ്റ് കഴിഞ്ഞു. ബാക്കി സിസ്റ്റം അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി മറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഈ സ്ക്രീൻ ക്ലോസ് ചെയ്തതിന് ശേഷം അതിനായിട്ട് കൊടുത്തിരിക്കുന്ന ഐക്കണുകൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഉദാഹരണത്തിന് ഇൻവെന്ററി വാല്യുവേഷൻ റിപ്പോർട്ടോ ഐറ്റം കോസ്റ്റിംഗ് റിപ്പോർട്ടോ മറ്റു വിവരങ്ങൾ കിട്ടണമെങ്കിൽ, ഉദാഹരണത്തിന് ഐറ്റം കോസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടാൻ നമ്മൾ ആ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇനി അതല്ല നമുക്ക് ഇൻവെന്ററി വാല്യുവേഷൻ റിപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് അതിൻ്റെ വിവരവും അറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഐറ്റം വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാണ് 810 എന്ന്. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലാണ് വാല്യൂ ചെയ്തിരിക്കുന്നതെന്നും കാണിക്കുന്നു. CD 6 എണ്ണം ഉണ്ട്, 210 രൂപ വില ഇട്ടു. അടുത്ത മൗസ് 3 എണ്ണം ഉണ്ട്, അതിൻ്റെ വില അവിടെ ഇട്ടു. മൊത്തം 810 എന്ന് കാണിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ കിട്ടാൻ അതിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഐക്കണുകൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഒപ്പം നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ റിപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ റിപ്പോർട്ടും നമുക്കവിടെ കിട്ടും. അതിനുവേണ്ടി ഇടതുവശത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ പ്രീ ഡിഫൈൻഡ് ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ പ്രീ ഡിഫൈൻഡ് ബാലൻസ് ഷീറ്റ് ആക്റ്റീവ് ആക്കിക്കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന കേസിൽ അവിടെ ടൈം ഫ്രെയിം കറണ്ട് പീരീഡ് എന്ന് കൊടുത്തിരിക്കുന്ന കാണാൻ കഴിയും. ഇവിടെ ആരോ ഉണ്ട്. ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നതിൽ നമുക്ക് 3 ഓപ്ഷൻസ് സിസ്റ്റം തന്നിരിക്കുന്നത് കാണാൻ കഴിയും. റേഞ്ച്, കറണ്ട് പീരീഡ്, കറണ്ട് 3 പീരീഡ്സ് എന്നും പറഞ്ഞ്. ഇതിൽ നമുക്ക് ഒരു പീരീഡിലെയാണ് വേണ്ടതെങ്കിൽ കറണ്ട് പീരീഡ് സെലക്ട് ചെയ്തതിന് ശേഷം പീരീഡ് ഫ്രമും ടൂവും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അഥവാ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പം നമുക്ക് കറണ്ട് പീരീഡിലെ മാത്രം വേണ്ടതുകൊണ്ട് ഞാനിവിടെ കറണ്ട് പീരീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഉടൻ നമുക്കിവിടെ 31 ജാനുവരി വരെയുള്ളത് കറണ്ട് പീരീഡ് 31 ജാനുവരി വരെ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാനുവരി വരെയുള്ള ബാലൻസ് ഷീറ്റ് വെർട്ടിക്കൽ ഫോർമാറ്റിൽ സിസ്റ്റം കാണിച്ചു തന്നിരിക്കുകയാണ്. അതിന്റെ ടോട്ടൽ ഓഫ് അസറ്റ്സ് 1,16,610 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഇനിയും വെർട്ടിക്കൽ ഫോം ബാലൻസ് ഷീറ്റ് ആണ് പീച്ച്ട്രീ കാണിക്കുന്നതെന്നുള്ള കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അവിടെ ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ 1,16,610 എന്ന് കൊടുത്തിരിക്കുന്നു. അഥവാ 116 ആൻഡ് 610,000 എന്ന് കാണിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി കണ്ട ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി അവിടെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനിയും സെലക്ട് റിപ്പോർട്ട് എന്നുള്ള സ്ക്രീനും ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ റൈറ്റ് പോർഷനിലെ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോസ് എന്ന ഐക്കൺ
ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇതിനോടകം നമ്മൾ ഒരു പർച്ചേസ് എൻട്രിയും മറ്റൊരു ക്രെഡിറ്റ് സെയിൽ എൻട്രിയുമാണ് രേഖപ്പെടുത്തിയത്. ഇനി മറ്റൊരു പർച്ചേസ് എൻട്രിയുടെ നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്നു. ഈ ആവശ്യത്തിന് വേണ്ടി ടാസ്ക് മെനുവിൽ നിന്നും പർച്ചേസ് റിസീവ് ഇൻവെന്ററി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പർച്ചേസ് റിസീവ് ഇൻവെന്ററി എന്ന സ്ക്രീൻ ഡെസ്ക് ടോപ്പിൽ വന്നിരിക്കുന്നതായി കാണാൻ കഴിയും. വെണ്ടർ ഐ ഡി ഫീൽഡിൽ വെണ്ടറെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെലക്ട് ചെയ്യാൻ വേണ്ടി ലെൻസ് ക്ലിക്ക് ചെയ്യുന്നു. ലെൻസ് ക്ലിക്ക് ചെയ്യുമ്പം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിലവിലുള്ള വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് അവിടെ തരും. ഇതിൽ നിന്നും നിലവിലുള്ള വെണ്ടേഴ്സിൽ ആരുടെ പക്കൽ നിന്നാണെങ്കിലും മേടിക്കുന്നെങ്കിൽ അവരെ അങ്ങ് സെലക്ട് ചെയ്താൽ മതിയാവും. എന്നാൽ ഈ ലിസ്റ്റിൽ പെടാത്ത മറ്റൊരു പാർട്ടിയുടെ പക്കൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പാർട്ടിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ലിസ്റ്റിൽ കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ വെണ്ടറെ ക്രിയേറ്റ് ചെയ്യാവുന്ന മുൻപ് പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇനി ഞാനിവിടെ കമ്പ്യൂടെക് എന്ന സപ്ലയറുടെ പക്കൽ നിന്ന് വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുന്നു. അതുകൊണ്ട് കമ്പ്യൂടെക് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുന്നു. ഇൻവോയ്സ് നമ്പർ ഫീൽഡിലാണ് ഇപ്പം കർസർ റെസ്റ്റ് ചെയ്യുന്നത്. കർസർ അവിടെ ബ്ലിങ്ക് ചെയ്തെന്ന് കാണാൻ കഴിയും. ഇവിടെ കമ്പ്യൂടെക് എന്ന വ്യാപാരി നമുക്ക് തന്ന ബില്ലിന്റെ അഥവാ പർച്ചേസ് ബില്ലിന്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. സപ്പോസ് അത് 455 ആണെന്നിരിക്കട്ടെ. ഞാൻ അവിടെ 455 ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഏത് ഡേറ്റിലാണ് ഈ ഇൻവോയ്സ് വന്നത് അല്ലെങ്കിൽ സാധനം വന്നത് എന്നുള്ളതാണ് ഇനിയും രേഖപ്പെടുത്തുന്നത്. ഞാനിവിടെ സങ്കല്പിക്കുന്നു ഇത് 19-ാം തീയതിയാണ്. ഉടനെ കലണ്ടറിൽ നിന്നും 19 സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്ത വെയിറ്റിംഗ് ഓൺ ബിൽ ഫ്രം വെണ്ടർ. ഇവിടെ ബിൽ കിട്ടിയിട്ടില്ല, സാധനമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഈ ബോക്സ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. അതല്ല ബില്ലും സാധനവും ഒരുപോലെ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചെക്കിംഗ് റിലീസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഷിപ്പ് വയ ടേംസ് അക്കൗണ്ട് പേയബിൾ അക്കൗണ്ട് ഇതെല്ലാം തന്നെ ഡിഫോൾട്ടായിട്ട് കൊടുത്തവയാണ്. അത് അതേപടി അവിടെ വന്നിട്ടുണ്ട്, നമ്മൾ മാറ്റേണ്ട കാര്യം ഇല്ല. നെക്സ്റ്റ് ഇനി എന്ത് സാധനമാണ് മേടിച്ചത്, എത്ര ക്വാണ്ടിറ്റിയാണ് മേടിച്ചെന്നുള്ളതാണ് ഈ ഫസ്റ്റ് ലൈനിൽ നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിവിടെ 50 CD വാങ്ങിയതായിട്ട് സങ്കല്പിക്കുന്നു. അതിന് ക്വാണ്ടിറ്റി ഫീൽഡിൽ 50 കൊടുത്തു. ഐറ്റം ഫീൽഡിൽ എന്ത് സാധനമാണ് വാങ്ങിയത് ആ സ്റ്റോക്ക് ഐറ്റത്തിന്റെ പേരാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ CD വാങ്ങിയതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലിസ്റ്റിൽ നിന്നും CD സെലക്ട് ചെയ്യണം. CD സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഉടനെ ഐറ്റം CD എന്നവിടെ വന്നിരിക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ കോമ്പാക്ട് ഡിസ്ക് എന്ന് വന്നിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫീൽഡായ ജനറൽ ലെഡ്ജറിൽ ഡിഫോൾട്ടായിട്ട് 12,000 നമ്പർ വന്നിരിക്കുകയാണ്. നമ്മൾ അതിന് ചേഞ്ച് കൊടുക്കണ്ട. നെക്സ്റ്റ് ഫീൽഡ് യൂണിറ്റ് പ്രൈസ് വന്നു. യൂണിറ്റ് പ്രൈസിൽ നേരത്തെ ഈ സാധനം വാങ്ങിയപ്പോൾ 35 രൂപയാണ് വില വന്നത്. ആ വില തന്നെ ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ബില്ലിൽ മറ്റൊരു വിലയാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ മാറ്റപ്പെട്ട വിലയാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നാൽ നമ്മുടെ കേസിലും അത് 35 തന്നെയാണ് സങ്കല്പിക്കുക. ഉടനെ 35 യൂണിറ്റ് പ്രൈസിന്റെ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ക്വാണ്ടിറ്റിയെ യൂണിറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത തുക എമൗണ്ട് ഫീൽഡിൽ വന്നതായിട്ട് കാണാൻ കഴിയും. സെക്കൻഡ് ഫീൽഡിൽ ഇതുപോലെ ഈ പർച്ചേസ് ബില്ലിനൊപ്പം വേറെ സാധനം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മറ്റൊരു സാധനം ഈ ബില്ലിൽ വാങ്ങിയിട്ടില്ല എന്ന് കരുതുക. അപ്പൊ 1750 രൂപയുടെ പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്ന. ടോട്ടൽ ഇൻവോയ്സ് 1750 വന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറെ പൈസ ഉടനെ തന്നെ കൊടുത്ത് വാങ്ങാറുണ്ടല്ലോ. ഈ കേസിൽ ഒന്ന് സങ്കല്പിക്കുക 750 രൂപ ഉടനെ കൊടുത്തതായിട്ട്. അങ്ങനെയെങ്കിൽ എമൗണ്ട് പെയ്ഡ് അറ്റ് പർച്ചേസ് എന്ന ഫീൽഡിൽ ആ 750 ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 750 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. 750 അടിച്ചു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇടതുവശത്ത് ഒരു റഫറൻസ് ഫീൽഡും ജനറൽ അക്കൗണ്ട് നമ്പറും വന്നിരിക്കുന്നത് കാണാൻ കഴിയുമല്ലോ. അതായത് ഈ 750 രൂപ കൊടുത്തതിന് ഒരു റഫറൻസ് ഫീൽഡിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ റഫറൻസ് കൊടുക്കാതെ ഈ എൻട്രി സേവ് ചെയ്താൽ അഥവാ പോസ്റ്റ് ചെയ്താൽ പീച്ച് ട്രീ നമുക്കൊരു കമാൻഡ് അവിടെ തരും, ഒരു മെസ്സേജ്. യു മസ്റ്റ് ഹാവ് എ റെഫറൻസ് നമ്പർ ടു അസോസിയേറ്റ് ദ ക്യാഷ് റിസീവ്ഡ് വിത്ത് ദിസ് ഇൻവോയ്സ് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ഇത്
പണം കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം റെഫറൻസ് ഫീൽഡിൽ ഞാൻ 1 എന്നൊരു റെഫറൻസ് അവിടെ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം വേണം പോസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ. പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എൻട്രി സേവ് ആവുന്നു. നമ്മളിപ്പോൾ ഒരു പർച്ചേസ് റിസീവ് ഇൻവെന്ററി സെക്കൻഡ് ഇൻവോയ്സ് കൊടുത്ത ഓർമ്മയുണ്ടല്ലോ. ഈ കൊടുത്ത എൻട്രി നമുക്ക് വീണ്ടും ഒന്ന് കാണാൻ എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതനുസരിച്ച് എഡിറ്റ് ബട്ടൺ കൊടുത്തു. അതിൽ നമ്മൾ 19-ാം തീയതി കൊടുത്ത 1-ാം മാസത്തെ എൻട്രിയാണ്. അതുകൊണ്ടാണ് ഈ പീരീഡ് എന്നിടത്ത് 1 ഡേറ്റ് എന്നുള്ളിടത്ത് 19/1/2002. അതായത് യൂറോപ്യൻ കൺട്രീസ് ഫോർമാറ്റിലാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു DDMMYY ഫോർമാറ്റ് അല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 1/19 എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ പാർഷ്യലി പെയ്ഡ് എന്ന റെഫറൻസ് നമ്പർ 455 ഇൻവോയ്സിലുള്ള ആണ് നമ്മൾ കൊടുത്തത്. ആ എൻട്രി കാണാൻ വേണ്ടി ഞാനിവിടെ എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്ത എൻട്രി അതേ രൂപത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. 1750 രൂപയുടെ പർച്ചേസാണ് നമ്മൾ നടത്തിയത്. 750 രൂപ സ്പോട്ട് പേയ്മെന്റ് നടത്തി. ബാക്കി 1000 രൂപയാണ് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് 10/100 എന്ന കോഡിലുള്ള അക്കൗണ്ട്. 10/100 എന്ന കോഡിലുള്ള അക്കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ക്യാഷാണ് നമ്മൾ കൊടുത്തത്. ദെൻ ഇനി ഇവിടെ അത് ഓക്കെ കൊടുക്കുന്നു, അല്ലെ ക്യാൻസൽ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ മറ്റൊരു കാര്യം കാണാൻ കഴിയുന്നത്, ഈ പർച്ചേസ് റിസീവ് ഇൻവെന്ററി പണം കൊടുത്തിട്ടില്ല, എന്നാൽ ഭാഗ്യമായി പണം കൊടുത്തു എന്ന ഒരു മെസ്സേജ് റെഡ് എങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. പാർഷ്യലി പെയ്ഡ് എന്ന നിലയിൽ. അതായത് നമ്മളിവിടെ പാർട്ട് പേയ്മെന്റ് കൊടുത്തു വാങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്നാൽ പണം ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടെ അൺപെയ്ഡ് എന്ന മെസ്സേജ് ആയിരിക്കും ഈ സ്ഥാനത്ത് നൽകുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് മറ്റൊരു വിൽപ്പന നടത്തുന്നതായിട്ട് ഒന്ന് രേഖപ്പെടുത്താം. ആവശ്യത്തിന് ടാസ്ക് വരുന്നു. സെയിൽസ് ഇൻവോയ്സിംഗ് സെലക്ട് ചെയ്യുന്നു. അതിൽ കസ്റ്റമർ ID ഫീൽഡിൽ നിലവിലുള്ള ഒരു കസ്റ്റമർക്ക് തന്നെയാണ് നമ്മൾ സാധനം വിൽക്കാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും ഞാൻ ആഡം സ്മിത്ത് എന്ന ആളെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഡിഫോൾട്ട് ഇൻഫർമേഷൻസ് എല്ലാം അവിടെ വന്നു. നമ്മൾ ഇൻവോയ്സ് നമ്പർ ഫീൽഡിൽ നേരത്തെ നമ്മൾ ഇൻവോയ്സ് നമ്പർ 1 ആണ് കൊടുത്തത്. ഇനി നമ്മളൊരു വിൽപ്പന നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2-ാം നമ്പർ ഇൻവോയ്സ് നമ്പറാണ് കൊടുക്കേണ്ടത്. അല്ല എങ്കിൽ 2-ാം നമ്പർ ബില്ലിന് പകരം 3-ാം നമ്പർ ബില്ല് കൊടുക്കണമെങ്കിൽ 2-ാം നമ്പർ ബില്ല് ഏതെങ്കിലും കാരണവശാൽ തിരുത്തിയെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ആ ഓർഡറിൽ വരാൻ വേണ്ടി ഇൻവോയ്സ് നമ്പർ ഫീൽഡിൽ 2 അവിടെ കൊടുക്കുന്നു. ബിൽ ടു എന്ന ഫീൽഡിൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ ബിൽ ടു അഡ്രസ് വന്നിട്ടുണ്ട്. ഷിപ്പ് ടു അഡ്രസ് അല്ല നമ്മൾ സെലക്ട് ചെയ്തിരുന്ന കാര്യം ഓർക്കുക. കസ്റ്റമർ പർച്ചേസ് ഓർഡർ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. കാരണം കസ്റ്റമർ പർച്ചേസ് ഓർഡർ സ്റ്റാൻഡിംഗ് നമ്പർ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. ഷിപ്പ് ഡേറ്റ് വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. ടേംസ് ഡിഫോൾട്ട് അവിടെ എടുത്തു. സെയിൽസ് റെപ്രസെന്റേറ്റീവ് ബന്ധപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ആ ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. ഇനി നമ്മൾ ക്വാണ്ടിറ്റി ഫീൽഡിൽ വരുന്നു. ക്വാണ്ടിറ്റി ഫീൽഡിൽ നമ്മളിവിടെ 5 CD ആണ് വിൽപ്പന നടത്തുന്നത് എന്ന് സങ്കല്പിക്കുക. ഞാനിവിടെ ക്വാണ്ടിറ്റി ഫീൽഡ് 5 അടിക്കുന്നു. ഐറ്റം സെലക്ട് ചെയ്യുന്നു. CD ആണ് 56 CD ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്നുമാണ് 5 CD വിൽക്കുന്നതെന്ന് ഓർക്കുക. ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ ഫീൽഡിൽ കോമ്പാക്ട് ഡിസ്ക് വന്നു. യൂണിറ്റ് പ്രൈസ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഞാൻ 5 CD 50 രൂപ വിലയ്ക്ക് വിറ്റു എന്ന് സങ്കല്പിക്കുന്നു. അതുകൊണ്ട് ഈ ഫീൽഡിൽ 50 ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. 50 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ടാക്സ് ഇല്ലാത്ത കൊണ്ട് അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഉടൻ തന്നെ നോക്കുക. എമൗണ്ട് ഫീൽഡിൽ 5 × 500 250 വന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സെയിൽസ് ടാക്സ് ഇല്ല. അപ്പൊ ടോട്ടൽ ബിൽ എമൗണ്ട് 250 അവിടെ വന്നു. ഇനി ഈ 250ക്ക് സാധനം ആഡം സ്മിത്തിന് വിറ്റപ്പോൾ അദ്ദേഹം ഒരു 100 രൂപ അഡ്വാൻസ് തന്നിരുന്നു എന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ എമൗണ്ട് പെയ്ഡ് അറ്റ് സെയിൽ എന്നുള്ള ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ തുക അവിടെ അടിക്കണം. ഉടൻ ഇൻവോയ്സ് ടോട്ടലിൽ നിന്നും ആ തുക കുറച്ചിട്ട് ബാക്കിയുള്ള തുക ഇൻവോയ്സിൽ വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇത്രയും വിവരങ്ങൾ കൊടുത്തതിന് ശേഷം ഈ
ഡേറ്റ നമുക്ക് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സേവ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യണം എന്ന കാര്യം പറഞ്ഞ ഓർമ്മയിലിരിക്കുക. പോസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു.